എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു ബേബീസ് ഉണ്ടല്ലോ, ന്യൂ ബോൺ ബേബീസ്. അപ്പൊ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഒരു ടോയ് അല്ല, ഒരു അവരുടെ വിഷ്വൽ കപ്പാസിറ്റിയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നമ്മുടെ ഈ കളർ കോൺട്രാസ്റ്റ് കാർഡ്സ് ആണ്. അപ്പോൾ ഈ കുഞ്ഞു ബേബീസ്, അതായത് 3 months താഴെയുള്ള കുട്ടികളുടെ വിഷ്വൽ സ്റ്റിമുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കണ്ണിന്റെ വിഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് കോൺട്രാസ്റ്റ് കാർഡ്സ് എന്നാ പറയുന്നത്, ഹൈ കോൺട്രാസ്റ്റ് കാർഡ്സ്. അപ്പൊ അത് 3 months താഴെയുള്ള കുട്ടികളാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവർക്ക് ഏറ്റവും നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ അവരെ പല ഡിസ്റ്റൻസിൽ നിന്നും ഈ കാർഡ്സ് കണ്ടോ, ഈ കാർഡ്സ് കാണിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ ആ വിഷ്വൽ പെർസെപ്ഷൻ നന്നായിട്ട് അവർക്ക് അത് കാണാൻ പറ്റും. അതിന്റെ ഒരു ഇമേജ് ബ്രെയിനിലേക്കും അവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മളത് പല ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് അവരെ ഇത് കാണിക്കാം. അപ്പൊ പല ഡിസ്റ്റൻസിൽ നിന്ന് കാണിക്കുമ്പോൾ പല ബെനിഫിറ്റ് ആണ് ഈ ന്യൂ ബോൺ ബേബീസിനുള്ളത്. ഒന്നാമതായിട്ട് അവരുടെ ഒരു വിഷൻ മെച്ചപ്പെടും, അതായത് നമ്മുടെ കാഴ്ച ശക്തി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളത് ഹൊറിസോണ്ടലായിട്ട്, അതായത് കുഞ്ഞു കിടക്കുന്നതിന്റെ ഇങ്ങനെയാണ് പോകേണ്ടത്, വെർട്ടിക്കലി അല്ല, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ അവരത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും, അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോ ഒരു ഐ കോർഡിനേഷൻ, ഐ മൂവ്മെന്റ്സിന്റെ ഒരു കോർഡിനേഷൻ, ഐ മൂവ്മെന്റ്സ് എന്ന് പറയും, കണ്ണിന്റെ മസിലുകളുടെ മൂവ്മെന്റ് കുറെ നടക്കും. അതേപോലെ തന്നെ ഇതേ പടങ്ങൾ കുറച്ചൊരു 3D ആയിട്ടുള്ള പടങ്ങളാണെങ്കിൽ അതിന്റെ ഒരു ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയും, അതിന്റെ ഒരു ആഴം ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവും കുറച്ചുകൂടി നന്നായിട്ട് കൂട്ടാൻ സാധിക്കും. അപ്പൊ ഈ കാർഡുകൾ ഞാൻ കാണിച്ചു തരാം. ഇതില് കുറച്ച് പടങ്ങൾ കണ്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റിലുള്ള പടങ്ങളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഇമേജസ് ആണ്. സാധാരണ ചെറിയ ന്യൂ ബോൺ ബേബീസ്, 3 months താഴെയുള്ള ബേബീസ് ആണ് ഇത് കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. എങ്കിലും ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ, ഓക്സിജൻ കിട്ടാതെ ബ്രെയിൻ ഡാമേജ് വന്ന കുട്ടികൾ, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് വന്നിട്ട് ബ്രെയിൻ ഡാമേജ് വന്ന കുട്ടികൾ, അങ്ങനെയുള്ള ബ്രെയിൻ പ്രോബ്ലംസ് ഒക്കെ വന്ന കുട്ടികൾക്ക് വിഷ്വൽ സ്റ്റിമുലേഷൻ കൂട്ടാനും ഈ കാർഡ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ ഏജ് ആയാലും നമ്മൾ ഒരു 1 year വരെയൊക്കെ ഈ കാർഡ്സ് വെച്ച് നമുക്ക് അവർക്ക് വിഷ്വൽ സ്റ്റിമുലേഷൻ കൊടുക്കാൻ സാധിക്കും. കുട്ടികൾക്ക്, തീരെ ചെറിയ പിള്ളേർക്ക്, അതായത് ലെസ് ദാൻ 3 months ഉള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഷേപ്സ് ആണ് ഏറ്റവും നല്ലത്. ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, അങ്ങനത്തെ സിമ്പിൾ കളേഴ്സ് ഷേപ്സ് ആണ് ഏറ്റവും നല്ലത്. അതാണ് അവർ കുറച്ചുകൂടെ നന്നായിട്ട് പെർസീവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ കുട്ടികളാകുമ്പോൾ ഒരു 3 months ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ഒക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടോയ്സ് സെലക്ട് ചെയ്യുമ്പോഴും 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ഏറ്റവും കളർ കോൺട്രാസ്റ്റ് ഉള്ള കളറുകളാണ് അവർക്ക് വിഷ്വൽ സ്റ്റിമുലേഷൻ കൂടുതലായിട്ട് കിട്ടുന്നത്. പണ്ടൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളകളൊക്കെ കോൺട്രാസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവര് കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഒരു വിഷ്വൽ കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയുന്നത്, അതായത് കൈ മൂവ് ചെയ്യുന്നതനുസരിച്ച് കണ്ണ് മൂവ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ ചെറിയ കിലുക്കങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും ബ്രൈറ്റും കോൺട്രാസ്റ്റും ആയിട്ടുള്ള കളേഴ്സ്, അതായത് ബ്ലാക്ക് വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ യെല്ലോയും റെഡും, അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് മേടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഷേപ്സ്, ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, അങ്ങനെയുള്ള ഷേപ്സും മേടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈ കാർഡ്സ് ഒക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. നല്ല ഭംഗിയുള്ള പടങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, ഒരു മീനിന്റെ പടമുണ്ട്, ഇവിടെ ഒരു ക്രിസ്മസ് ട്രീയുടെ പടമുണ്ട്, ഒരു പേരിന്റെ പടം, ഇതാ ഒരു ഫ്ലവറിന്റെ പടം. ഈ സാധാരണ തെറാപ്പി കൊടുക്കുന്ന സെന്റേഴ്സിലൊക്കെ അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന കാർഡ്സ് ആട്ടോ. അതേപോലെ തന്നെ ഈ ചെറിയ ബേബീസിനെയൊക്കെ കാണാൻ പോകുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ, ന്യൂ ബോൺ ബേബീസിനെ കാണാൻ പോകുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാനും കൂടി പറ്റിയൊരു സംഭവമാണ് ഇത്. സാധാരണ എല്ലാവരും സോപ്പും പൗഡറും ഒക്കെ മേടിച്ചു കൊടുക്കുമല്ലോ. ആ സോപ്പും പൗഡറും ഒക്കെ കുറെ നാളൊരു 6 വർഷം 7 വർഷം വരെയൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടി ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കാർഡ്സ്, കളർ കോൺട്രാസ്റ്റ് കാർഡ്സ്. അത് ഗ്രേപ്പിന്റെ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാ ഒരു സ്ക്വിറലിന്റെ പടം. അതായത് മൂവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അവരുടെ ഡെപ്ത് പെർസെപ്ഷൻ ഒക്കെ നന്നായിട്ട് നടക്കും. ഇത് ഇത്രയും കാർഡ്സ് ആണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിനകത്ത്. ഗിഫ്റ്റ് ബോക്സ് അല്ല, ഈ ഒരു ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് ആമസോണിൽ അവൈലബിൾ ആട്ടോ. അതിന്റെ ലിങ്ക് കൂടെ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.